കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തഹ്ലിയയുടെ വിജയം ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തും. കാരണം മുസ്ലിം ലീഗിന്റെ ആദ്യ നിയമസഭയിലെ സാമാജികയായിട്ട് തഹ്ലിയ മാറുകയാണ്. തഹ്ലിയ കോഴിക്കോട് വാർഡ് മെമ്പറായി വിജയം വരിച്ചതിന് തൊട്ടുപിറകെ ഒരു വലിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തഹ്ലിയ രംഗത്തേക്ക് വരുന്നത്. അത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ, കേരളത്തിലെ വനിതകളുടെ ചരിത്രത്തിൽ ഒരു ചരിത്ര സംഭവം. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു പിതാവ്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, വാർഡ് മെമ്പർ എന്നൊക്കെ ഉള്ള നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഒരു പിതാവ് നമ്മുടെ മുമ്പിലുണ്ട്, തഹ്ലിയയുടെ ഉപ്പ അബ്ദുറഹിമാൻ. അദ്ദേഹം എന്താ പറയുന്നത്? ആ സന്തോഷങ്ങളിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുകയും ഒരു വിജയം കൈവരിക്കുകയും ചെയ്തു എന്നുള്ളത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പിതാവ് എന്നുള്ള രീതിയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി, മുസ്ലിം ലീഗ് പാർട്ടി ഇങ്ങനെ ഒരു ഫാത്തിമയ്ക്ക് ഇങ്ങനെ ഒരു സീറ്റ് കൊടുക്കാനും അതൊരു വനിതാ സ്ഥാനാർത്ഥി മത്സരിപ്പിക്കാനും ഒക്കെ തയ്യാറാവുകയും അത് വിജയിച്ചു വരികയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ ഒരു സംഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. തഹ്ലിയയുടെ വിജയത്തിൽ അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ഒരു പിതാവ് നൽകുക അവളെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് നിങ്ങൾ തന്നെ ആയിരിക്കും. ആ സ്വാധീനത്തിൽ ഇപ്പോഴുള്ള ഒരു വിജയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായും ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ, പേരാമ്പ്രയിലെ മണ്ണിലേക്ക് അവൾ കടന്നു ചെന്നപ്പോൾ പേരാമ്പ്രയിലെ ജനങ്ങളുടെ ആവേശം, പേരാമ്പ്ര ജനങ്ങൾ അവരെ സ്വീകരിച്ചത്, പേരാമ്പ്രയിൽ അവർക്ക് നൽകിയിട്ടുള്ള അംഗീകാരം, അത് കണ്ടപ്പോൾ തീർച്ചയായും അവൾക്കൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടുത്തെ ആളുകൾ, അവിടുത്തെ നേതാക്കൾ, അവിടെ UDFന്റെ നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ അകമഴിഞ്ഞ പിന്തുണയും അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് വിജയത്തിന് ആവശ്യമായിട്ടുള്ള നേതൃത്വപരമായ എല്ലാ പങ്കും വഹിച്ചതുകൊണ്ട് തന്നെ വിജയിച്ചു വരാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അവൾക്കും അതോടൊപ്പം അത് കാണുന്ന ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും വീട്ടിൽ നിന്ന് ഭാര്യ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാര്യ സുബൈദ, അവരും അതോടൊപ്പം തന്നെ അവരുടെ ഓരോ പ്രവർത്തനം അവർക്ക് ആവശ്യമായ പിന്തുണയും നൽകിക്കൊണ്ട് അവരെ ദിവസവും ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങൾക്ക് അവർക്ക് ആവശ്യമായ പറഞ്ഞ പോലെ പേരാമ്പ്രയിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ താമസിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.